ഇപ്പോൾ അഡിക്ഷൻ്റെ കാര്യം പറയുമ്പോഴേ ഡ്രഗ് അഡിക്ഷൻ പോലെ തന്നെ ഇപ്പോൾ വിക്സ് അഡിക്ഷൻ ഉണ്ട് ആൾക്കാർക്കിടയിൽ. അതായത് നമ്മൾ എന്തിനും എല്ലാത്തിനും വിക്സ് എടുത്ത് തേക്കുക. അടുത്തൊരാൾ വിക്സ് തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അപ്പുറത്തിരിക്കുന്ന ഒരാൾക്ക് അത് തേക്കാനും ഉള്ളൊരു ഇത് കൂടുതലാണ്, ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ഈ വിക്സ് എങ്ങനെയാണ് നമ്മളുടെ ഇതിൽ പ്രവർത്തിക്കുന്നത്? വിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെന്തോൾ യൂക്കാലിപ്റ്റസ്, ഇതാണ് അതിൻ്റെ അകത്ത് ഈ സ്മെല്ല് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കുന്നത് മെന്തോൾ. അപ്പോൾ മെന്തോൾ അഡിക്റ്റിംഗ് ആണ്, കണ്ടിന്യൂസ് മെന്തോൾ ഉപയോഗിക്കുന്നവർക്ക് അഡിക്റ്റിംഗ് ആണ്. അപ്പോൾ ബേസിക്കലി മൂക്കടപ്പിനൊക്കെ വേണ്ടിയാണ് അതൊക്കെ ഉപയോഗിക്കുന്നതും. അവസാനം ആൾക്കാർ അത് തലവേദനയ്ക്കും പല പല പ്രശ്നങ്ങൾക്കും, തലവേദന എന്തെങ്കിലും ഏതെങ്കിലും ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നെറ്റിയിൽ തേക്കുക, എന്തെങ്കിലും ജലദോഷമാണെങ്കിൽ ഉടനെ മൂക്കിലേക്ക് തേക്കുക, അങ്ങനെ പല രീതിയിലാണ് ഉപയോഗിക്കും. വെറുതെ ആൾക്കാർ പിന്നെ തേക്കാൻ തുടങ്ങും. വിക്സ് അഡിക്ഷൻ ആക്ച്വലി ഇതിൻ്റെ ഒരു മെന്തോളിൻ്റെ ഒരു സൂതനിങ് എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ പിന്നെ അതിലേക്ക് പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് ഒത്തിരി എൻകറേജ് ചെയ്യേണ്ട ഒരു സംഭവമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിപ്റ്റസ് ഒക്കെ ചിലപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീഷേഴ്സ് വരെ ഉണ്ടാക്കാം, അപസ്മാരം വരെ ഉണ്ടാകാം. അതിന് പല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാർക്കും ഈ വെറുതെ സീഷർ അടിക്കുന്നു, കാരണം കണ്ടുപിടിച്ചപ്പോഴാണെന്ന് അറിയുന്നത് അവരിങ്ങനെ ഈ ഒരുപാട് ഈ ഇക്വാലിപ്റ്റസ് പോലത്തെ ഒന്ന് വിക്സ് ആണ്, അങ്ങനെ പല ഇക്വാലിപ്റ്റസ് ഉള്ള പല പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നുള്ള അറിഞ്ഞു അവർക്കറിയത്തില്ല. അവരിങ്ങനെ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ അത് സുഖമല്ലേ, അതിങ്ങനെ മണപ്പിക്കുമ്പം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് എക്സസൈസ് ആയിട്ട് ഇങ്ങനെ മണപ്പിച്ചുകൊണ്ട് കഴിഞ്ഞാൽ അതൊരു അപസ്മാരം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് നോട്ട് റെക്കമെൻഡഡ് ഫോർ കണ്ടിന്യൂസ് യൂസ്. അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിക്കുക. ഓക്കെ.